അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മളെല്ലാവരും റജബിൻ്റെ രണ്ടാമത്തെ പകുതിയിലാണ് നിലകൊള്ളുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് കഴിഞ്ഞ റജബിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് മണ്ണിനടിയിലാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകം സൗഭാഗ്യം തന്ന ഈ നിമിഷത്തിൽ നമ്മൾ അൽഹംദുലില്ലാഹ് പ്രത്യേകിച്ചും പറയേണ്ട ഒരു സമയമാണ്. അതിനാൽ തന്നെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് റജബ് മാസമായാൽ പറയാൻ പഠിപ്പിച്ച ആ ദിക്ർ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഈ പരിശുദ്ധ ദിക്ർ നമ്മൾ ഉരുവിടുന്നതിലൂടെ നമുക്ക് ധാരാളം നേട്ടങ്ങളാണ് കൈവരിക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു ദിക്ർ നമ്മൾ കഴിഞ്ഞ റജബിൽ ആത്മാർത്ഥമായിട്ട് ഉരുവിട്ടത് കൊണ്ടാവാം ഈ റജബിൽ നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ നമ്മൾ എന്തായാലും നമ്മൾ 5 വക്ത് നമസ്കരിക്കേണ്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ശേഷം, നമസ്കാരങ്ങൾക്ക് ശേഷം നിർബന്ധമായിട്ടും നമ്മൾ ഈ ദിക്ർ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്തതുപോലെ റമളാനിൽ ഞങ്ങളെ എത്തിക്കണേ എന്നുള്ള ഈ തൗഫീഖിൻ്റെ ഈ തേട്ടം നമ്മൾ എന്തായാലും ഉരുവിടാൻ വേണ്ടി ശ്രമിക്കണം. കാരണം മുത്ത് തങ്ങളുടെ അതരത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ഈ ദിക്ർ നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ ഇൻഷാ അല്ലാഹ് അടുത്ത റജബിലും അടുത്ത ശഅബാനിലും റമളാനിലും നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹുവിൻ്റെ തൗഫീഖോടെ നിലനിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റജബ് മാസം എന്ന് പറയുന്നത് വിത്ത് ഇറക്കേണ്ട മാസവും, അതുപോലെ തന്നെ ശഅബാൻ എന്ന് പറയുന്നത് വെള്ളം ഒഴിക്കേണ്ട മാസവും, റമളാൻ പറയുന്നത് അത് നമ്മൾ ആ വിത്തിറക്കിയ ആ ചെടിയെ കൊയ്യേണ്ട മാസമാണ് പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുണ്യപൂക്കാലമായ പരിശുദ്ധ റമളാനെ വരവേൽക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഒരുങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും മാക്സിമം വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ദിക്ർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മറ്റൊരാൾ നിങ്ങളെ കാരണത്താൽ പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അവർ പറയുന്ന ആ ഒരു